ഗവർണർമാർക്ക് സംസ്ഥാന സർക്കാർ പാസാക്കുന്ന ബില്ലുകൾ അനിശ്ചിതകാലം പിടിച്ചുവെക്കാനാകില്ല എന്നും 3 മാസം സമയപരിധി നിശ്ചയിച്ചുമുള്ള സുപ്രീം കോടതി വിധി കേന്ദ്ര സർക്കാരിന് കൂടി പ്രഹരമായി. ഗവർണർമാരെ ഉപയോഗിച്ച് പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ ഒതുക്കുന്ന കേന്ദ്ര സർക്കാരിന് കൂടിയുള്ള താക്കീതായി സുപ്രീം കോടതി വിധി വിലയിരുത്തപ്പെടുകയാണ്. ബില്ലുകൾ അനിശ്ചിതകാലം പിടിച്ചുവെക്കുന്ന ഗവർണർമാരുടെ നീക്കം ചെറുക്കാൻ BJP ഇതര സംസ്ഥാന സർക്കാരുകൾക്ക് വിധി കരുത്താകും. വീറ്റോ അധികാരം ഗവർണർമാർക്കില്ല എന്ന കോടതി നിരീക്ഷണവും ഫെഡറൽ മൂല്യങ്ങൾ നിലനിർത്തുന്നതിൽ നിർണായകമാകും. കേരളം, തമിഴ്നാട്, പഞ്ചാബ്, പശ്ചിമ ബംഗാൾ തുടങ്ങിയ നിരവധി സംസ്ഥാനങ്ങളിലെ ഗവർണർ സർക്കാർ പോരിൽ നിർണായകമായാണ് സുപ്രീം കോടതി 2 അംഗ ബെഞ്ചിന്റെ വിധി. ഗവർണർമാർക്ക് ബില്ലുകളിൽ തടയിടിക്കാൻ അധികാരമില്ലെന്നും നേരത്തെ സുപ്രീം കോടതി വിധിച്ചിരുന്നു. രാഷ്ട്രപതിക്ക് അയച്ച് ഇവ വൈകിപ്പിക്കാനുള്ള നീക്കത്തിന് ഇന്നത്തെ വിധി തടയിട്ടിരിക്കുകയാണ്. ഗവർണറെ കോടതിയിൽ അറ്റോർണി ജനറൽ ന്യായീകരിച്ചിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ നീക്കങ്ങൾക്കെതിരെയുള്ള മുന്നറിയിപ്പ് കൂടിയാണ് സുപ്രീം കോടതി നൽകിയിരിക്കുന്നത്. ഭരണഘടനാ വിരുദ്ധമായാണ് ഗവർണർ പെരുമാറിയതെന്ന പരാമർശം വന്ന സാഹചര്യത്തിലാണ് തമിഴ്നാട് ഗവർണർ രാജിവെക്കുമോ എന്ന ചോദ്യം പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. ഭരണഘടനയിൽ ബില്ല് പിടിച്ചുവെക്കാനുള്ള അധികാരം ഗവർണർമാർക്കുണ്ട്. എന്നാൽ നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകൾ അട്ടിമറിക്കാനാണ് ഈ വ്യവസ്ഥ അടുത്ത കാലത്തായി ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുന്നത്. 3 മാസത്തിനകം തീരുമാനമെന്ന നിർദ്ദേശം കോടതി വെച്ചതോടെ ഇപ്പോൾ പല സംസ്ഥാനങ്ങളിലും ഗവർണർമാരുടെ പരിഗണനയിലുള്ള ബില്ലുകളിൽ തീരുമാനം വൈകാതെ ഉണ്ടാകണം. ഫെഡറൽ സംവിധാനത്തിൽ ഭരണം തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനാണെന്നും ഗവർണർക്കല്ലെന്നും സുപ്രീം കോടതി ഈ വിധിയിൽ അടിവരയിടുകയാണ്. ഫെഡറൽ വിഷയങ്ങളിൽ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്കിടയിൽ തുടങ്ങിയിരിക്കുന്ന സംയുക്ത നീക്കങ്ങൾക്ക് ഊർജ്ജം നൽകുന്നതാണ് കോടതി വിധി.